ലാൽ സാറ് ഇങ്ങനെ വന്ന് കയറി ആ മരത്തിൽ കൂടി കയറും. മരത്തിൽ കൂടി കയറിയിട്ട് അവിടെ നിന്ന് പകുതിയുടെ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരണമാണ്. വരുന്ന സമയത്ത് നേരെ ആവുന്ന സമയത്താണ് ഈ വേലെടുത്തെറിയേണ്ടത്. ആ വേലെടുത്തെറിയുന്ന അത്രയും ടൈമിങ് ഒരു ഷോട്ട്, സിംഗിൾ ഷോട്ടാണ്. അപ്പം ഇങ്ങനെ പുള്ളി ഓടി വന്ന് ഇങ്ങനെ ജിബ് അപ്പ് പോവാണ്. ഈ ജിബിന്റെ ടൈമിങ് അവന്മാർക്ക് എന്ത് ചെയ്താൽ സെറ്റ് ആവുന്നു. അപ്പോൾ 10 ടേക്കൊക്കെ ആയപ്പോൾ സാറ് പറഞ്ഞു എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. അതായത് ഇത് ശരിയാവാൻ വേണ്ടി പുള്ളി 10 പ്രാവശ്യവും കറക്റ്റായിട്ട് ചെയ്തേ. പെയിനിന് വേണ്ടിയിട്ട് ഭയങ്കര പെയിനായിട്ട് എറിയാൻ പറ്റുന്നില്ല. അവസാനം ഡോക്ടർ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് എറിഞ്ഞു. ഒരു പ്രാവശ്യം ചാടി, വീണ്ടും പുള്ളി ഇങ്ങടി ചാടി. ഇത് ലൊക്കേഷനിൽ തന്നെ ചിരി വന്നു ഭയങ്കരമായിട്ട്. ഈ ചിരി വരുന്നതോടുകൂടി പുള്ളി ചാട്ടം കൂട്ടിക്കൊണ്ടിരുന്നു. പേഴ്സണലി സച്ചി ഒരു ഭയങ്കര മനുഷ്യത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലും അദ്ദേഹത്തിൻ്റെ രീതികളിലും ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അതനുസരിച്ച് ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കൊന്ന് ഈ സന്ദേശം 91 സംഭവിക്കുന്നത്. ഇപ്പൊ ഈ ഒരു 1 സന്ദേശം വരുന്നത് ഈ 10 വർഷമാണല്ലോ ഫസ്റ്റ് സിനിമയിലോട്ടുള്ള ദൂരം. അത് അത്രയും ശരിക്കും നിങ്ങൾക്കൊരു ബാക്കപ്പ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക, മാക്സിമം പഠിക്കുക. എന്തൊക്കെ 10 വർഷം എനിക്ക് കണ്ടിന്യൂസ് പടങ്ങൾ ബ്രേക്ക് കൊടുത്തിരുന്നു. എനിക്ക് 94 മുതലാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ 94 മുതലുള്ള വർഷം ഒരു 6 വർഷം ഞാൻ കണ്ടമാനം പടങ്ങൾ ചെയ്തു സാറിന്റെ കൂടെ. ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 96 എനിക്ക് തോന്നുന്നു 7 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റി എനിക്ക്. അങ്ങനെ സാറിന്റെ കൂടെയുള്ള സാറ് തന്ന ഫ്രീഡം, നമുക്ക് ലൈറ്റ് ചെയ്യാനുള്ള നമ്മൾ വേറെ രീതിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സാറിനോട് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ 1-2 സീനിയേഴ്സ് പോയി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കയറ്റം കിട്ടൂല, ആ മുകളിലേക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഇതിനുള്ളൊരു തലം സ്പേസ് നമുക്ക് അവിടെ കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി അവസരം കിട്ടി. അന്ന് തീരുമാനിച്ചു നമ്മൾ എന്തെങ്കിലും ചെയ്യണ സമയത്ത് ഇത് ഇപ്പം ഞാനിപ്പോൾ ഏതിലാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 10 പേരുണ്ടെങ്കിൽ 10-ൽ ഒരാളെങ്കിലും ആവണ്ടേ. അല്ലാണ്ട് നമ്മൾ 100-ൽ-1 കാര്യമില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 പിള്ളേരുണ്ട്, അല്ല 5 പേരായിരിക്കുമല്ലോ നന്നായിട്ട് പഠിക്കുന്നത്. അല്ല ആരെങ്കിലും ഒരാളാവാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതേപോലെ ഒരു അവസ്ഥയിലാണ് നമ്മൾ അന്ന് നിന്നത്. അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ പഠിക്കണമെന്നും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക്, അതായത് ഇതിനകത്ത് ട്രാക്കിൽ വീഴാൻ അഭിനയം പഠിക്കാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്ന ആൾക്കാർ ഒരു ഋതത്തിലാവാന്ന് കേട്ടിട്ടില്ലേ? അവരുടെ എന്നുവെച്ചാൽ ഒരു എന്താ പറയണ അതിന്, അവർക്ക് ആ ടൈമിങ് കിട്ടാം, അങ്ങനെയുള്ള ഒരു താളം കണ്ടെത്താം. അതാണ് കറക്റ്റ്. ആ താളമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ താളം നമ്മൾ കണ്ടെത്തി. ലൈറ്റിൻ്റെ സാധനങ്ങൾ, പിന്നെ അതിൻ്റെ സാധ്യതകൾ, ഓരോ ക്യാമറമാൻ ഇവിടുത്തെ ഓരോരുത്തർ വർക്ക് ചെറുതും വലുതായിട്ട് എല്ലാവരുടെയും വർക്കുകൾ നമ്മൾ പടം കാണുമ്പോൾ ശ്രദ്ധിക്കും, അല്ലാതെ ഉള്ള സിനിമകൾ ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് അവർ ഉപയോഗിക്കണേ കാര്യങ്ങൾ ഞാൻ അധികം ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ പോകാറില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്ന പോലെ ചെയ്യുന്ന അതൊക്കെ നമ്മൾ നോക്കാറുണ്ട്, ബാക്കിയുള്ള വർക്കുകൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിനകത്തൊരു രൂപം കിട്ടി. പിന്നെ വിഷ്വൽ സാധ്യത, പിന്നെ ഞാൻ വന്നപ്പോൾ നോക്കിയത് വിഷ്വലിന് സംഭവം നമ്മളൊരു കഥ പറയുന്നത് വിഷ്വലിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു മാറ്റർ പറയണേക്കാൾ മുമ്പ് ആ ഫ്രെയിം കൊണ്ട് തന്നെ ഇതായിരിക്കും സംഭവിക്കാൻ പോണെന്ന് പ്രേക്ഷകന് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ട്. ശരിക്കേ ഞാൻ അതായത് ഈ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതലം എന്താണ്, ഇന്ന സ്ഥലത്താണ് നടക്കണം എന്നുള്ള ആദ്യം തന്നെ ഒരു വിഷ്വൽ കൊടുത്താൽ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിലേക്ക് കയറാൻ പറ്റും. അതൊരു അങ്ങനെയാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത്. പിന്നെ മാക്സിമം വലിപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിന് ചിന്തിക്കുമ്പോൾ വലുതായിട്ട് ചിന്തിക്കുക, ചെയ്യുമ്പോൾ വലുതായിട്ട് ചെയ്യുക, ചെറുതാക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഒരു ലാഭം വിചാരിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷനൊന്നും വ്യത്യാസം വരാൻ പോലുള്ള ഡാൻസിങ് ഇത്തിരി വലുതായതുകൊണ്ടോ കൊടുക്കാലോ. അതെ, എനിക്കൊന്ന് വലിപ്പം പറയുമ്പോൾ ഉറപ്പായിട്ടും പൊലിമുറയെ വേണ്ടി സംസാരിക്കണം എന്ന് തോന്നുന്നു. ആ സിനിമ അന്ന് വരുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ്. ഈ പറയുന്ന 100 കോടി എന്നുള്ള ബെഞ്ച് മാർക്ക് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം അത്ര അധികം ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നു.
ആ ഒരു ബെഞ്ച് മാർക്ക് കളക്ഷനിലോട്ടുള്ള ജേർണി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കണ്ടവർ തന്നെ പിന്നെയും കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ വന്നിട്ട്. ആളുകൾക്ക് ഇതിൽ എന്തോ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു, എന്തോ പമ്പിങ് സാധനം ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുന്ന കുറേ മൊമെന്റുകളായിട്ട് നിറച്ച് പുലിമുരുകൻ്റെ ഒരു വലിപ്പം. അതിലോട്ട് പോകുന്നതിന് മുന്നേ പുലിമുരുകൻ്റെ ഒരു ലൊക്കേഷൻ കണ്ടൊക്കെ നടത്തുന്നത് ഉറപ്പായിട്ട് സംവിധായകനും ഛായാഗ്രഹകനും നിർമ്മാതാവും ആർട്ട് ഡയറക്ടറൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ. പുലിമുരുകനെ ഞങ്ങൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന വേൾഡ് ഇതാണ്, ആ വേൾഡ് ഇങ്ങനെയായിരിക്കണം. അതിൻ്റെ ഒരു തീരുമാനം ഇതിൻ്റെ ഒരു റെക്കയും ശരിക്കും എങ്ങനെയായിരുന്നു? അല്ല, പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ എഴുതിയേക്കണ ഉദയനാണ്, ഉദയകൃഷ്ണനാണ്. വൈശാഖാണ് ഡയറക്ടർ, പ്രൊഡ്യൂസർ അതിൻ്റെ ടോമിച്ചമ്മളവാട. അവർ പുലിമുരുകൻ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതിനകത്ത് ടൈഗർ ഉണ്ട്, ടൈഗർ എത്രത്തോളം ഈസിയാണ് ഷൂട്ട് ചെയ്യാന്നുള്ളവർ ആലോചിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞു. അല്ല, അത് ബുദ്ധിമുട്ട് മനസ്സിലായില്ല. ഇതിനെക്കുറിച്ച് നമ്മളൊരു ഫൈറ്റ് മാസ്റ്റർ അടുത്ത് പോയി സംസാരിക്കുമ്പോഴാണ് അവരോട് എന്നെ കൊണ്ട് പറ്റില്ല, അത് ഒരിക്കലും ഐക്യമില്ലാത്തതെന്ന് പറയണേ. അങ്ങനെ സംസാരിക്കുന്ന ആരും ഓക്കെ എന്ന് പറഞ്ഞ് വരുന്നവരാരുമില്ല, ഇത് ഈസി അല്ല എന്നാണ് പറയണേ. ഇതിനകത്തുള്ള സിറ്റുവേഷനിലെല്ലാം അങ്ങനെയാണല്ലോ, ഇൻട്രാക്ഷൻ ഉണ്ട്, അതിനെ കൊല്ലുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ എന്താണ് ഈ കഥയൊക്കെ ഓക്കെ, എല്ലാം ഓക്കെ, ഇത് പറയുമ്പോൾ മാത്രം അവർ ഒഴിവാകും. ലാസ്റ്റാണ് പീറ്റർ എൻ്റെ അടുത്തെത്തുന്നത്. പീറ്ററിന് പക്ഷേ അല്ലാതെ നമുക്കതിന് വഴി ഉണ്ടാക്കാം എന്ന് പുള്ളി ആദ്യമേ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തു, പല സ്ഥലങ്ങളും ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി, ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞത് ഇതാദ്യം നമ്മൾ ടൈഗർ ഷൂട്ട് ചെയ്യും, ടൈഗറും ഈ ലെയറും ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയി പല സ്ഥലങ്ങളിലും പോയി. പിന്നെ ഒപ്പം തന്നെ നമുക്കിവിടെ പാരൽ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അത് കണ്ടുപിടിച്ചു. ഒരിക്കലും ആൾക്കാർ ഫോറസ്റ്റുകാർ പോലും പോകാത്ത പൂയംകുട്ടിയുടെ ഉൾ സ്ഥലങ്ങളിൽ ഇവിടുത്തെ ഉള്ള കോബ്ര കാര്യങ്ങളെല്ലാം കൊണ്ട് കളയുന്ന സ്ഥലം, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കണത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരും ഇത് ആഡാറ്റ വിങ്ങും എല്ലാം കൂടി ഭയങ്കര ട്രാവലായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് ടൈഗറിനെ അന്വേഷിച്ചു വന്നു, ഇവർ ഈ സ്ഥലം അങ്ങനെ ഭയങ്കര ഹണ്ടിങ് ആയിരുന്നു. ആ ഹണ്ടിങ്ങിന് ശേഷമാണ് നമ്മൾ ടൈഗർ ഷൂട്ട് ചെയ്യുന്നത്. ടൈഗർ ഷൂട്ട് ചെയ്യുന്ന അപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ബുദ്ധിമുട്ട് എവിടെയാണ്, ഇത്രയും ഡേഞ്ചർ ആണെന്നുള്ളത്. ടൈഗർ ഷൂട്ട് ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത വിഷ്വൽ എന്ന് ചോദിച്ചല്ലോ നേരത്തെ, അതിലൊന്നാണ് ടൈഗർ ഷൂട്ട്. ടൈഗർ ഷൂട്ട് ടൈഗറിന് IQ വളരെ കുറവാണ്, ചീറ്റയ്ക്കായാലും അതെ. നമ്മൾ ഇപ്പം എനിക്ക് ആഹാരം തരുന്ന ആളാണ്, ഇയാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊന്നും അതിനില്ല. അതിന് തോന്നിയാൽ അത് അറ്റാക്ക് ചെയ്യും, അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അത് തന്നെയാണ് എൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്ത് വരുന്നവരെ നമ്മൾ എങ്ങനെയാണ് ഇനി ഇത് പുലിമുരുകൻ എന്ന സിനിമ ഉണ്ടാവുമോ, നമ്മുടെ പടം ആദ്യം കാണിക്കുമോ ഒന്നൊന്നും അറിയില്ല. അല്ല, ഷൂട്ടിങ്ങിനിടയിൽ പറ്റിയ അങ്ങനെയല്ലേ കാണിക്കുള്ളൂ, ഒരു ഫോട്ടോ കാണിക്കുമല്ലോ, സമർപ്പണം. ആ സമർപ്പണമാണോ ഇത് അർപ്പണമാണോ എന്നുള്ള പിന്നെ അറിഞ്ഞോളൂ. അത്രയും അല്ല. പക്ഷേ ദൈവാധീനം കൊണ്ട് എന്നും ആർക്കും ഒരു ചെറിയ പരിക്ക് പോലും ഇല്ലാതെ അത്രയും റിസ്ക് ഉള്ള സ്ഥലത്ത്, ഈ പൂയംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ വെള്ളച്ചാട്ടത്തിൽ പോയാൽ കിട്ടില്ല, അത്രയും ഡേഞ്ചർ സ്ഥലത്താണ് നമ്മൾ ആ ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടി അതിന് ഒരു റിസൾട്ട് അങ്ങനെ വന്നില്ലെങ്കിൽ അത് ദൈവം നമ്മളോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത്രയും മാത്രം അതിനകത്ത് പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സ്ട്രെയിനും ചെലവും ഒരുപാട് നാൾ ഷൂട്ട് ചെയ്തു. ഇത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയങ്ങളിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരു വർഷത്തിന് 1.25 വർഷം എടുത്തു പടം ഇറങ്ങി വരാൻ. അത്രയും സമയത്തെ ട്രാവല്, അത്രയും സമയത്ത് അതിൻ്റെ സ്ട്രെയിന്, അതിൻ്റെ വർക്കുകൾ ഇതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് അവസാനം ഒരു ദിവസം രാവിലെ 8 മണിക്ക് പുലിമുരുകൻ അങ്ങനെ റിലീസാകും. അതുവരെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നു സിനിമ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ. ഭയങ്കരമായിട്ട് ഞാൻ വരുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാർ, പുലി ഒരു അറ്റാക്ക് ചെയ്യും, എന്നിട്ട് മകൻ പോയി അയാളുടെ അടുത്ത് പ്രതികാരം ചെയ്യും, ഈ പുലിയെ കണ്ടുപിടിക്കും. അല്ല, പുലി ഉണ്ട്, പുലി വലുതാവും, പക്ഷെ ആ പുലിയെ കൊല്ലാൻ വേണ്ടി പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പറഞ്ഞു. നമ്മളൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടറിയട്ടെ. അല്ല, അങ്ങനെയല്ല, നമുക്കും 100% പ്രതീക്ഷ നമുക്ക് വയ്ക്കാൻ പറ്റില്ല, ഒരു സിനിമയും പറ്റില്ല. നമ്മൾ പ്രേക്ഷകന് വിടാണ്, അവനെന്ത് തീരുമാനിക്കണോ അത് തന്നെയാണല്ലോ സിനിമ. അല്ലാതെ നമുക്കിത് ഹിറ്റ്, ഈ സിനിമ ഹിറ്റാവും എന്ന് പറഞ്ഞ സിനിമ ഇല്ല. അങ്ങനെ റിലീസ് ഡേ രാവിലെ 8 മണിക്കുള്ള ഷോ കഴിഞ്ഞിട്ടാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ ഫസ്റ്റ് ഷോയ്ക്ക് പോകാറില്ല. ഫസ്റ്റ് ഷോ കണ്ടോ? ഇല്ല,
അല്ല, എൻ്റെ സിനിമകളൊന്നും ഞാൻ വർഷം കണ്ടിട്ടില്ല. റെസ്പോൺസ് കേൾക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വൈഡായിട്ടുള്ള സിനിമാ ബന്ധങ്ങളില്ല. പിന്നെ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് മോശമെന്ന് ഒരാളടുത്ത് വിളിച്ച് പറയാറില്ല. ഒരിക്കലും പണ്ടും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യില്ല. അതുപോലെ തന്നെ ഞാൻ ആ മറ്റേ സിനിമ എങ്ങനെയുണ്ട്, അത് മോശമാണെന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ സിനിമയല്ല, വേറെ ആരെയായാലും എല്ലാ സിനിമയ്ക്കും അതിൻ്റെ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിനിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. അതേപോലെ ഈ സിനിമയിൽ ആൾക്കാർ വിളിച്ച് പറഞ്ഞു നന്നായിട്ടുണ്ട്, സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ വൈകിട്ട് കാണാൻ പോയി. ഫസ്റ്റ് ഷോയ്ക്കാണ് പോയത്. എവിടെ കാണാൻ പോയി? ഞാൻ കവിതയിൽ പോയി കണ്ടു. എങ്ങനെയായിരുന്നു മൊമെന്റ്? ഭീകരമല്ലേ? ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറാന്നുള്ളതല്ലായിരുന്നു ആ സമയത്ത്, എൻ്റെ മക്കളെ കയറ്റാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ചെറുതാണ് ഒരാൾ. അപ്പോൾ അവന് കയറ്റി സീറ്റിൽ കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത് എന്നെ വിടില്ല. അച്ഛനും വേണം. അല്ല, അങ്ങനെയല്ല, അവന് പുലി എപ്പോഴാണ് വരണമെന്ന് ടെൻഷൻ. അത് കാരണം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറങ്ങുന്ന പറയാൻ എൻ്റെ കൂടെ ഇറങ്ങും. പിന്നെ ഞാൻ അവനെയും കൊണ്ട് അവിടെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ സിനിമ കാണേണ്ടി വന്നത്. അല്ല, ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ കാണില്ലേ. അപ്പൊ അവൻ പേടിയായതുകൊണ്ട് അവൻ എപ്പോഴാണ് പുലി വരണേന്ന് അറിയണം എന്നാ കണ്ണടയ്ക്കാൻ വേണ്ടിയാ. മറ്റാളോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. എനിക്കാവുമ്പോ അറിയാലോ എപ്പോ വരും. അതാണ് അവന്റെ ഐഡിയ. അത്തരം ഒരു ഇതായിരുന്നു പുലിമുരുകന്റെ. പിന്നെ അതിൽ വൈശാഖ്, ഉദയൻ, ഇതൊക്കെ എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ പുലിമുരുകൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുലിമുരുകന്റെ ഈ പറഞ്ഞ ആളുകളുടെ അഡ്രിനാലിൻ എന്ന് പറയുന്നത് അത്രയും നേരം ബിൽഡ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇടിച്ചു വന്ന മുരുകന്റെ ലാസ്റ്റ് പ്ലേ ഉണ്ടല്ലോ, ഒരു ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്ന ഏറ്റവും ഹൈ മൊമെന്റ്. പുലിയുടെ ഒപ്പമുള്ളത്, അതിന് മുന്നേ ഉള്ള ഈ പലതരത്തില് ചാടുന്ന മറയുന്ന ആളുകള് അവരുടെ ഒപ്പം മുരുകൻ നിന്നടിക്കേണ്ടി വരുന്നത്, അയാൾ ക്രിയേറ്റ് ചെയ്ത എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നത്, ട്രിക്കുകൾ അയാളാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഫൈറ്റിന്റെ കോറിയോഗ്രാഫി ഉറപ്പായും പീറ്റർ ഹെയ്ൻ്റെ ഒരു ഡിസൈൻ ഉണ്ട്. പക്ഷെ അതിന്റെ വിഷ്വൽ ട്രീറ്റ്മെന്റും കൂടി ഉണ്ടല്ലോ. ഇവരെവിടെ നിന്നൊക്കെ വരുന്നു, അതിൽ തന്നെ ഒറ്റ ഷോട്ടിൽ തന്നെ ചിലപ്പോൾ ഈ പറയുന്ന കയ്യിലുള്ള സ്ട്രിങ് എറിയുമ്പോൾ അതിലോട്ട് ഫോക്കസ് മാറി വരുന്നത്, അതിൽ CG പരിപാടികളെല്ലാം ഉണ്ടാവാം. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫൈറ്റ്, ആ ഒരു സെറ്റ് പീസ്, അതിന്റെ ഒരു എക്സിക്യൂഷൻ ശരിക്കും എങ്ങനെയാ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, പീറ്റർ മലയാളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ പടം. ഈ കഥ പറയുമ്പോൾ മുതൽ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഥ കേൾക്കുന്ന ഒരാളാണ് പീറ്റർ. പീറ്ററിന്റെ ശേഷം പറയും ഇങ്ങനെ ചെയ്യാന്ന് പറയും. അതിൽ നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവും, അത് നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ടർ അടുത്ത് പറയുമ്പോൾ ഇത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം, അങ്ങനെ കുറേ നമ്മൾ വെട്ടും, കുറേ വരും. അപ്പോൾ അങ്ങനെ ഒരു വളരെ അതുവരെ കാണാത്ത ഒരു കൊറിയോഗ്രാഫിയാണ് ഫൈറ്റിന്റെ കൊറിയോഗ്രാഫിയാണ് അയാളുടെ. അപ്പം നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല അദ്ദേഹത്തിന്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയപ്പോൾ പുള്ളിയായിട്ട് വളരെ സിങ്കായി. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ ആ കൊറിയോഗ്രാഫിയുടെ ശരിക്കും ഫൈറ്റ് കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് അതിൽ, ആ സിനിമയിൽ. പിന്നത്തെ സിനിമകളിലൊന്നും അത് വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ശരിയാണ്, ആ സിനിമ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് വേറെ ഒന്നിലും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു അദ്ദേഹവും നല്ല, ഞാൻ പറഞ്ഞ നേരത്തെ കനൽക്കണ്ണൻ്റെ കൂടി പറഞ്ഞ പോലെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഫൈറ്റ് മാസ്റ്ററാണ്. അദ്ദേഹത്തിനും വ്യക്തമായ ഒരു ഫൈറ്റിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ട്. സാധാരണ പോലെ പഞ്ച് മാത്രമല്ലാതെ അതിന് ഒരു ഗ്രാഫ് ഉണ്ട്, അതിന് ഫിനിഷ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്. ഇടയ്ക്ക് വെച്ച് കട്ടല്ല. ഞാൻ പറഞ്ഞാൽ അതിന് ഒരു ഫ്ലോ ഉണ്ടാവും. നമുക്ക് ഒരു വട്ടം വരയ്ക്കുകയാണെങ്കിൽ വട്ടമായിട്ട് തന്നെ തോന്നും, ഒതുക്കി വെച്ച് നിൽക്കില്ല. അതൊരു ഞാൻ പറഞ്ഞ എല്ലാ ഘടകത്തിനും അത് വേണം, എല്ലാ സെക്ഷനും വേണം. അത് ലൈഫിലായാലും അങ്ങനെ. അപ്പൊ അതേപോലെ ഇപ്പൊ പഠിത്തത്തിനായാലും വേണ്ടേ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു പുള്ളി അതിൽ ചെയ്തത്. നമുക്ക് എല്ലാത്തിലും ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ല, അതിൽ ചെയ്തു ഉറപ്പായിട്ടും. ഇപ്പൊ ഈ അതിൽ ഈ ഫൈറ്റ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നരനില് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നരൻ ടു മുരുകൻ എന്ന് പറയുന്ന ലോങ് ജേർണി ഉണ്ട്. അവിടെ പിന്നെയും മോഹൻലാൽ ഇവൻ എഫേർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മൂക്ക വിളിച്ച് ലാലിന്റെ ഹെൽത്ത് നോക്കണമെന്ന് വൈശാഖിന്റെ അടുത്ത് പറഞ്ഞ് കഥ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ മോഹൻലാൽ എന്നൊരു ആക്ടർ ഇപ്പൊ ഈ 1.25 വർഷത്തെ ജേർണിയുടെ ഒപ്പം ഫുൾ ടൈം കൂടെയുണ്ട്. അയാൾ ഈ മരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ പുള്ളി 360 കയറി ഇറങ്ങുന്ന ഈ മൂവൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയതാണ്. 13 ആ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാറ് ഇങ്ങനെ വന്ന് കയറി ആ മരത്തിൽ കൂടി കയറും. മരത്തിൽ കൂടി കയറിയിട്ട് അവിടെ നിന്ന് പകുതിയുടെ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരണമാണ്.
വരുന്ന സമയത്ത് നേരെ ആവുന്ന സമയത്താണ് ഈ വേലെടുത്തെറിയേണ്ടത്. ആ വേലെടുത്ത് എറിയുന്ന അത്രയും ടൈമിങ് ഒരു ഷോട്ട്, സിംഗിൾ ഷോട്ടാണ്. അപ്പം ഇങ്ങനെ പുള്ളി ഓടി വന്ന് ഇങ്ങനെ ജിബ് അപ്പ് പോവാണ്. ഈ ജിബിന്റെ ടൈമിങ് അവന്മാർക്ക് എന്ത് ചെയ്താൽ സെറ്റ് ആവുന്നില്ല. പുള്ളി എഫേർട്ട് ഇങ്ങനെ പുള്ളി അപ്പോൾ 10 ടേക്കൊക്കെ ആയപ്പോൾ സാറ് പറഞ്ഞു എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. അതായത് ഇത് ശരിയാവാൻ വേണ്ടി പുള്ളി 10 പ്രാവശ്യവും കറക്റ്റായിട്ട് ചെയ്തേ. ഇതിന്റെ ടൈമിംഗ് ആണ് മാറുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്റ്റിക്കായിരുന്നു ശരിക്കും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഗിംബലായിട്ടോ അല്ലെങ്കിൽ വേറെ ഇട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ ജിബുകൾക്ക്. അപ്പോൾ നമുക്ക് ഫ്രെയിമിങ് എവിടെയൊക്കെ വേണം, എത്ര സ്പേസ് വേണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് അവരുടെ കയ്യിലുള്ളപ്പോൾ സ്റ്റിക്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല, ഫാസ്റ്റായിട്ടാണ് പോകും. മൂവ്മെന്റ്സ് ഒക്കെ അത്രയും ഹെവി ആയിരിക്കും പീറ്ററിൻ്റെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ 13ാമത്തെ ടേക്കാണ് ഓക്കെ പറഞ്ഞത്. ആ 13 പ്രാവശ്യവും ഒരാൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമേ അല്ല. അത് പുള്ളിക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. പിന്നെ ക്ലൈമാക്സ് കേൾക്കുമ്പോൾ ഇതുപോലെ തന്നെ വേലെടുത്തിട്ട് പുള്ളി എറിയുന്നുണ്ട്. ആ സമയത്ത് പുള്ളിയുടെ കൈക്ക് ഇങ്ങനെ ഒരു ചെറിയ ഇത് ഭയങ്കര ഷോൾഡർ പെയിൻ ആയിരുന്നു. എന്തോ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പുള്ളി ചെയ്തേക്കണേ. പെയിനിന് വേണ്ടിയിട്ട്, പെയിൻ ഭയങ്കര പെയിനായിട്ട് എറിയാൻ പറ്റുന്നില്ല. അവസാനം ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് എറിഞ്ഞു. അത്രയും ഹെൽത്ത് നോക്കാതെയാണ് ചെയ്തേക്കണേ. അത് തന്നെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ആരായിട്ട്. ഇന്നും ഞാൻ പറഞ്ഞ ഇന്നായാലും ചെയ്യുന്നത് സ്വന്തം ഹെൽത്ത് നോക്കിയിട്ടല്ല ചെയ്യുന്നത്, അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയാണ് നോക്കണേ. നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നിയാൽ ഇപ്പം ഓക്കെ അല്ല അല്ലേ, അദ്ദേഹത്തിന് ഒന്നുകൂടി വേണമെന്ന് നമ്മുടെ അടുത്ത് പേഴ്സണലി സംസാരിക്കുന്നത് കൊടുത്തേക്കാം അല്ലേ എന്നാ അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറയില്ല. എന്തോ അദ്ദേഹത്തിന് പിടിച്ചില്ല, ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് പറയും. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ശരി, എന്താണ് കാരണം എന്ന് ചോദിക്കും. അത് സാർ എപ്പോഴും ചോദിക്കുന്നത് എന്ത് റീസണാണ്, എന്താ മിസ്റ്റേക്ക്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനാണ്. അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. മറ്റത് ഇപ്പം ഇങ്ങനെ വൺ മോർ പറയുമ്പോൾ അറിയാമല്ലോ, ഒന്ന് നോക്കുമ്പോൾ അത് ടൈമിങ് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടിൽട്ടപ്പ് കറക്റ്റ് ആയിരിക്കും, ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരും. അത് നമ്മുടെ കയ്യിലല്ലാത്തതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. അതിന്റെ ഓപ്പറേറ്റർ വേറെ ആണല്ലോ. അല്ല, ഇപ്പൊ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അന്ന് മറ്റേ സ്റ്റിക്കാണ്. സ്റ്റിക്ക് ആകുമ്പോൾ അത് നമ്മളല്ല, ജിബിന്റെ കൂടെ തന്നെ ആൾക്കാരാണ്. അയാളുടെ മിസ്റ്റേക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഷോട്ട്. ദൂരേന്ന് ഓടി വരണം, ഓടി വന്ന് കയറണം, അവിടെ നിന്ന് റൊട്ടേറ്റ് ആവണം, വന്ന് ലാൻഡ് ആവണതിന് മുമ്പ് മറ്റേ ത്രോ ചെയ്യണം. ഇതൊക്കെ റോപ്പിലാണ്. എന്നിട്ട് ലാൻഡ് ചെയ്യും. ത്രോ ചെയ്ത് അതിനെ കൊണ്ടതിന് ശേഷമാണ് ലാൻഡ് ആവണം. അത്രയും കാര്യം ചെയ്യണം. എനിക്കൊന്ന് ഈ ലാൻഡിങ്, ഈ ത്രോ ഒക്കെ പറയുന്ന പോലെ സിനിമ കണ്ട് നമ്മൾ മറ്റേ ശ്വാസം വിടുന്നത് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ പോയിന്റിൽ എത്തുന്നത് ആ കുത്തി പുള്ളി നടന്നു വരുമല്ലോ. അത് വേണമെങ്കിൽ മേ ബി ഒരു 5-6 സെക്കൻഡിൽ കട്ട് ചെയ്യാം. പക്ഷെ അത് ലെങ്തി ട്രാക്ക് ചെയ്ത് പുള്ളിയുടെ മൂവ്മെന്റ് അവിടെ, അതായത് പുള്ളി മറ്റേ അടിച്ച് തകർത്ത കഴിഞ്ഞ് പറഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ പറഞ്ഞ ഷോൾഡറൊക്കെ ചെരിഞ്ഞ് പുള്ളിയുടേതായിട്ടുള്ള മാനറിസത്തിൽ മുണ്ടും മടക്കി കുത്തി ഇത് കഴിഞ്ഞ് പുള്ളി നടന്നു വരുന്നത്, ആ ഒരു ഷോർട്ട് മൊമെന്റ് എന്തായിരിക്കും ലൈവ് അത് ഷൂട്ട് ചെയ്യുന്നത്? അല്ല, അത് നമുക്ക് അതിന്റെ ലെങ്ത് പോരാന്ന് നമുക്ക് തോന്നുള്ളൂ. ഇനിയും അതേ പ്രേക്ഷകന് തോന്നുന്നുണ്ടല്ലോ, നിർത്തല്ലേ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എത്ര പുള്ളി ഒരു മൊമെന്റിൽ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വെച്ച് റിലാക്സ് ആവും. പക്ഷെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പുള്ളി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമുക്ക് തോന്നും ഇപ്പൊ 5 സ്റ്റെപ്പ് അല്ല 10 വെച്ചോട്ടെ എന്ന് തോന്നും. അതായത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടില്ല വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതെപ്പോഴും പുള്ളി ചെയ്യാറുള്ള ഒരു ഇതാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തില്ല പുള്ളി. നമുക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിർത്തി കളയില്ല. ഈ സിനിമ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നരേഷൻ കേൾക്കുന്ന മുതൽ പ്രീ സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, റിലീസ്, ഈ ഒരു ജേണിയിലാണ് സിനിമയെ കൊണ്ടുപോകുന്നത്, ഓരോ സിനിമയും കൊണ്ടുപോകുന്നത്. ശരിക്കും ഈ ഒരു മൊത്തം പ്രോസസ്സിൽ ആസ് സിനിമാറ്റോഗ്രാഫർ എന്താ ഏറ്റവും ഇഷ്ടമുള്ള പോയിന്റ്, ഏറ്റവും എഫേർട്ട് ഇടുന്നത്, ഏറ്റവും കൂടുതൽ തല വർക്ക് ചെയ്യുന്നത്? കഥ കേൾക്കുമ്പോൾ ആ ചോയ്സ് എടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ സ്ക്രിപ്റ്റിൽ എനിക്കിഷ്ടപ്പെടണം സിനിമ, ഒന്നാമത്തെ കാര്യം. അതായത് ഈ സിനിമ വർക്ക് ചെയ്യാൻ ഇതിന് പിന്നെയാണ് അതിൻ്റെ വർക്കിൻ്റെ സൈഡിൽ ഞാൻ ആലോചിക്കുന്നത്. ഒരു സിനിമ
ഈ സിനിമ വർക്ക് ചെയ്താൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നൊരു മൂമെൻ്റ് അതാണല്ലോ നമ്മുടെ. ശരിക്കും ഇത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ലെയറുകളൊക്കെ നല്ലതാണ്, ഒരിക്കലും ഒരു നിരാശ നമുക്ക് തോന്നേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ ചില സിനിമകൾ നമ്മൾ കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂഷനോ കാര്യങ്ങളോ നടക്കണമെന്നില്ല, അതതിൻ്റെ യോഗം അല്ലാണ്ട്. പക്ഷേ ആദ്യം ഞാൻ ഫിക്സ് ചെയ്യുന്നത്, പിന്നെ ഞാൻ ഒരു കാര്യം നോക്കുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ടീം സിങ്ക് ആണോ എന്നുള്ളത്. ഞാൻ അല്ല, അതൊരു മെയിൻ. നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ 75 ദിവസം ഒരുമിച്ച് വീട്ടിൽ നിന്ന് മാറി നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് ഫ്രണ്ടിലേക്ക് ഓരോ ദിവസവും ഒരു ഇഷ്യൂസായിട്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ നല്ല പ്ലസൻ്റായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോകാൻ നമ്മുടെ സ്ട്രെയിൻ ഭയങ്കരമായിട്ടുണ്ട് ഈ വർക്കിനിടയ്ക്ക്. ആ സ്ട്രെയിനിൻ്റെ ഇത് കളയുന്ന എന്താ, നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഇത്. അതില്ലെങ്കിൽ നമ്മളൊരു മെക്കാനിക്കലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും, ആ സിനിമയ്ക്ക് ഉണ്ടാകും. വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ ഇതായിട്ടും വളരെ സിങ്കായിട്ട് പോകുമ്പോൾ അതിനൊരു വേറെ ലൈഫ് വരും. അത് വരണം എന്ന് ആഗ്രഹിക്കും. അതാണ് ആദ്യത്തെ ഡിസ്കഷനും ആദ്യത്തെ ഒരു മീറ്റിങ്ങുകളിൽ തന്നെ നമുക്കത് വൈബ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സിങ്ക് ആവുമോ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള പറഞ്ഞുള്ള സാധനങ്ങൾ കിട്ടും നോർമലി. ഇനി കിട്ടാത്തതും ഉണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ലാൽ സാറ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പോയി ഒരു കഥ കേട്ട് ഫിക്സ് ചെയ്തു, തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ സാറ് അതിനകത്ത് അല്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്നത് വളരെ കുറവാണ്. പിന്നെ ആ സിനിമ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് കടമെടുത്തിട്ട് ഇറങ്ങിപ്പോക്കില്ല. അല്ല, അത് ശരിയല്ലല്ലോ. അല്ല, നിൽക്കും അതിൻ്റെ കൂടെ. അത് മാത്രമല്ല, ആ സിനിമയ്ക്ക് ഗുണം വന്നാലും ദോഷം വന്നാലും നമ്മൾ കൂടെ വെക്കും. കാര്യം വെച്ചാൽ അല്ലാണ്ട് ഞാൻ കറക്റ്റായിരുന്നു, മറ്റാൾ കറക്റ്റാ, അത് കറക്റ്റല്ല. അത് എപ്പോഴും നമ്മളതിനകത്ത് നമ്മൾ ഡയറക്ടർ അല്ലെങ്കിൽ സിനിമാഗ്രാഫർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പാർട്ടാണോ, അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ മാറിയിക്കാൻ പറ്റും? ഡയറക്ടർ പറയണം പ്രൊഡ്യൂസറിന് എനിക്കൊന്നും തന്നില്ല, ക്യാമറമാൻ പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് കേട്ടില്ല? അതൊരു വിഷയമല്ലേ? അതൊരു ചോദ്യമാണ്. അത് രക്ഷപ്പെടലാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ചില നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ എൻ്റെ കുഴപ്പമില്ല എന്ന് പറയില്ലേ, അതുപോലെ അതല്ല സിനിമ. അതല്ലല്ലോ, ഒരു കൂട്ടായ്മ ഇല്ലാതെ ഒരു സിനിമ ഉണ്ടാവില്ല. ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്ലസൻ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സിനിമ ഭയങ്കര ബോറായിരിക്കും. അതിനകത്ത് മെയിൻ ഘടകം ഡയറക്ടർ തന്നെയാണ്. എല്ലാവരെയും ബാലൻസ് ചെയ്ത് ഇപ്പം 100 പേരുണ്ടെങ്കിൽ 100 കമ്പനി ആയിരിക്കും, 100 സ്ഥലത്തുനിന്ന് വന്ന 100 അച്ഛനും അമ്മയുടെ മക്കളായിരിക്കും. ഒരേ അച്ഛനും അമ്മയൊക്കെ ഇല്ലല്ലോ അവിടെ. അപ്പം അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് പട്ടണം പിടിക്കും. നിങ്ങൾ ഈ കമ്പനിയും വൈബൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് കണ്ടത് സീനിയേഴ്സാണ്. ഇപ്പോൾ വൈശാഖ് ഉണ്ട്, സച്ചി വരുന്നുണ്ട് അവിടെ, ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, മെയിൻ സ്ട്രീമിലെ മൾട്ടിപ്പിൾ ആക്ടേഴ്സ് വരുന്നു, കുറേ കുട്ടികൾ വരുന്നു, കോളേജ്. അതൊരു മൊത്തത്തിൽ പടവും ഈ പറഞ്ഞ ഉത്സവം ആഘോഷം പോലെ തന്നെയാണല്ലോ. ഈ സീനിയേഴ്സ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലത്തെ വൈബ് കൃത്യം മാച്ച് ചെയ്ത ലൊക്കേഷനായിരുന്നു. തീർച്ചയായിട്ടും അത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ത്രെഡ് കേൾക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ രഞ്ജൻ പ്രമോദ് പോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ് സച്ചി. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ബ്രദറിനെ പോലെ നമ്മുടെ അടുത്ത് ഓപ്പണായിട്ട് കഥകളോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും സിനിമയല്ലാത്ത സമയം മീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് സച്ചിയുടെ. ബാക്കിയുള്ള കമ്പനിയുള്ള ആൾക്കാരെ ഉണ്ട്, ഇഷ്ടംമാതിരി ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ്. എനിക്കത്രയില്ല. എനിക്ക് വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് സച്ചി. അങ്ങനെ എന്തെങ്കിലും കഥ കേൾക്കാൻ പോകാറുണ്ട്, ഇപ്പം ഞാൻ ചെയ്യണ അല്ലെങ്കിലും കേൾക്കാറുണ്ട്. അപ്പോൾ സച്ചി എഴുതുന്നപ്പോൾ അവർ പൊക്കിരാജ കഴിഞ്ഞിട്ട് വൈശാഖ് ചെയ്യുന്ന പടം. അപ്പോൾ ഞാൻ ഏതോ ലൊക്കേഷനിൽ വെച്ചുതരാം, ആ ലൊക്കേഷനിൽ നിന്ന് കഥ കേൾക്കാൻ വേണ്ടി വരാം ഒരു ദിവസം രാത്രി. അപ്പോൾ ആദ്യം സച്ചി പറഞ്ഞു നമ്മൾ 2 കഥ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യാൻ പോണ കഥ, ഒന്ന് നമ്മൾ ക്ലൈമാക്സ് ആവാണ്ട് മാറ്റി വെച്ചേക്കണ കഥ. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ മാറ്റി വെച്ചേക്കണ കഥ പറയാൻ പറഞ്ഞു. അത് പറഞ്ഞു, അതാണ് പറഞ്ഞത്. ഇങ്ങനെ ബ്രേക്ക് ആയതിനു ശേഷം 4 പേരെ ഒന്നിച്ച് വീണ്ടും റീജോയിൻ ചെയ്യുന്നു ഒരു കഥ. എനിക്കതിൽ ഭയങ്കര കൗതുകം തോന്നി ആ സമയത്ത്. ആ ഒരു ഇതിനോട് വീണ്ടും പഠിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കഥ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് വരെ പറഞ്ഞു. ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് അവിടെ വന്നപ്പോൾ ഇവിടം വരെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു.
മറ്റേ കഥ പറഞ്ഞു. മറ്റേ കഥ പറഞ്ഞാൽ യൂഷ്വൽ ഒരു കഥയാണ്, എല്ലാം ഫിനിഷാണ്, മൊത്തം ക്ലൈമാക്സിലുണ്ട്. ഞാൻ പറഞ്ഞു വൈശാഖ് ഇപ്പോൾ മമ്മൂക്ക പടം ചെയ്തു, ഇനിയിപ്പോൾ ഒരു പടം നീ ചെയ്യേണ്ടത് പക്ഷേ ഈ സീനിയേഴ്സാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് മറ്റേ പടമല്ല. അങ്ങനെ ആ രാത്രി നമ്മൾ പിരിഞ്ഞു. പിന്നെ നമ്മൾ സീനിയേഴ്സിലേക്ക് പോയി. ആ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും വളരെ എനർജിക്കായിട്ട് നിന്ന പടമാണ്. വളരെ എനർജി ആയിരുന്നു എല്ലാവരും. ഇപ്പോൾ ജയറാമായാലും രണ്ടൂന്ന് ചാക്കോച്ചൻ അവരെ അപേക്ഷിച്ച് ചെറുതാണല്ലോ. പക്ഷെ ആ രണ്ട് ഗ്രൂപ്പിന്റെ ഒരു ഇവരുടെ കൂട്ടായ്മയും ഫ്രണ്ട്ഷിപ്പും ഭയങ്കര വലുതായിരുന്നു ആ സമയത്ത്. ഭയങ്കരമായിട്ട് നമുക്ക് ആ വൈബ് അവിടെ കിട്ടും ശരിക്കേ. ലൊക്കേഷനിൽ അതുണ്ടായിരുന്നു, ചിരിയും ബഹളവും. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു സന്തോഷവും കോളേജും. പിന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മളൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യും, വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ മഹാരാജസിലേക്ക് പോകും. എല്ലാ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ മഹാരാജസിലെത്തും. അവിടെ ചെന്നിട്ട് ഓട്ടവും ബഹളവും ഒരു ഷെയ്ഡും കാര്യങ്ങളാണല്ലോ. അങ്ങനെ പടം തീർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ചോദിച്ചു, പടം തീർന്നോ എന്ന് ചോദിച്ചു. അപ്പം എന്തി? അല്ല, ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല എന്ന് പറഞ്ഞു. ക്ലൈമാക്സ് ഡയലോഗില്ല, മൊത്തം സ്കോറും ഷോട്ടിലുമാണ് നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞില്ലേ, അങ്ങനെ കഴിഞ്ഞ ഒരു സന്തോഷത്തിൽ പിരിഞ്ഞൊരു പടമാണ്. അപ്പൊ അതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, അത്തരം വൈബുകൾ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നു. ഭയങ്കരമായിട്ട് അത് വളരെ ഹാപ്പിയിലാണ് പോകുന്നത്. ഞാൻ അതിലോട്ട് വരുന്നു. സീനിയേഴ്സിന്റെ ക്ലൈമാക്സ് പോർഷൻ ഈ പറഞ്ഞ അതിൻ്റെ ഒരു സ്കോർ പോർഷൻ വരുന്നുണ്ട്, പ്ലേ വരുന്നുണ്ട് തിയേറ്ററിൽ. പാരലലി ഇതിലൊരു സ്റ്റോറി അപ്പുറം നടക്കുന്നുണ്ട്. ഇയാളെ ഫോളോ ചെയ്യുന്നത്, ഇയാളുടെ ഓട്ടം, ക്ലാസ് റൂം. അവിടെ സിനിമ മൊത്തത്തിൽ സ്വഭാവം തന്നെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയിൽ നിന്ന് മാറി തുടങ്ങുന്ന സ്വഭാവം കംപ്ലീറ്റ് ആവുന്നത് ഈ ക്ലൈമാക്സിനോട്ടാണ്. മിസ്റ്ററി എലമെന്റ്സ്, പാസ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നത്, ഈ സിനിമയുടെ മൂഡ് ഷിഫ്റ്റിംഗ്, അതൊരിക്കലും ഇതിൻ്റെ കാഴ്ചാനുഭവത്തിന് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അത് കൃത്യമായിട്ട് ബാലൻസ് ആയി പോകണം. അത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ ഒരു കൃത്യം പോയിന്റ് ക്രാക്ക് ചെയ്യുന്നെങ്കിലും. അല്ല, എനിക്ക് കൺഫ്യൂഷൻ പാടില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനെന്ന പ്രേക്ഷകന് ഒരിക്കലും ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ പാടില്ല. കറക്റ്റായിരിക്കും, കൃത്യമായിരിക്കണം. എന്താ പറയണേ, എന്താണ് അടുത്ത ഷോട്ട് വരുന്നത്, എനിക്ക് മനസ്സിലാവേണ്ടതെന്നെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ കാണുന്ന ആൾ ആദ്യം. അപ്പോൾ എനിക്ക് മനസ്സിലാവേണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്കത് കൺവേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ റൂട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് ഈ കണക്ഷൻ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിൽ ലെയറുകളുള്ളതാണ്. ഒരു സ്ഥലത്ത് തന്നെ 1ഉം 2ഉം പ്രാവശ്യം ഓരോ ക്യാരക്ടേഴ്സ് പോവും. ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യല്ല ചെയ്യണേ. അവിടെ ആരൊക്കെ വരുമോ, ഏതൊക്കെ സമയത്ത് പോവുമോ, അതെല്ലാം ചിലപ്പോൾ അത് ഫ്ലാഷ് ബാക്കിൽ വരണതാണ്. അത് പക്ഷെ നമ്മൾ ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് പോയില്ലെങ്കിൽ എല്ലാം വ്യത്യസ്തമായി വരും. ലൈറ്റിങ് മാറും, അതിൻ്റെ മൂഡ് മാറും, ഇതൊക്കെ പോവും. അത് പോവാതിരിക്കാൻ വേണ്ടി ഓരോ ക്യാരക്ടേഴ്സും എവിടെ എത്രയൊക്കെ പ്രാവശ്യം വരുമോ അതെല്ലാം നമ്മൾ ഒന്നിച്ചെടുത്തെടുത്ത് തന്നെ പോയത്. അതുകൊണ്ടാണ് അതിന് ആ ഒരു നമ്മളത് പല പ്രാവശ്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്കും കണക്ഷൻ കിട്ടില്ല, പലതായിരിക്കും. കാണുന്നവനും കണക്ഷൻ കിട്ടില്ല. നമ്മളിപ്പോൾ ഇന്ന് ലൈറ്റ് ചെയ്യുന്ന പോലെ 10 ദിവസം കഴിഞ്ഞ് ചിലപ്പം ആവണമെന്നില്ല, ചെറിയ മാറ്റങ്ങൾ വരും. നമ്മൾ തന്നെ ഇത് മാനുവലാണല്ലോ, ഒരിക്കലും നമ്മൾ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വരും. ഇതല്ലല്ലോ, മാനുവൽ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനെന്തായാലും വേരിയേഷൻസ് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ 10 ക്യാരക്ടേഴ്സ് പോകുന്നുണ്ട്, പല വേഷത്തിൽ പല ഇതിൽ. അത് എടുത്തു പോയി കഴിഞ്ഞാൽ അത്രയും ഫിനിഷ് ആവാണ്, അതാണ് നോക്കുന്നത്. ചാർട്ടിങ്ങിനും അത്തരത്തിലുള്ള അപ്രോച്ച് കൊടുത്ത് വേണം. അല്ല, ഞാൻ പറഞ്ഞ എല്ലാവർക്കും അതിൻ്റെ ബ്രില്യൻസ് വേണം, അപ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത്. എനിക്കും സീനിയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വന്ന ഒരു സീക്വൻസ് ചോദിക്കാം. മനോജ് ഈ മതിൽ ചാടുന്നത്, ഇത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരി പൊട്ടിക്കുന്നുണ്ട്. ഇയാളുടെ ഈ എനർജി അല്ല, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചാടി, വീണ്ടും പുള്ളി ഇങ്ങോട്ട് ചാടി. ഇത് ലൊക്കേഷനിൽ തന്നെ ചിരി വന്നു ഭയങ്കരമായിട്ട്. ഈ ചിരി വരുന്നതോടുകൂടി പുള്ളി ചാട്ടം കൂട്ടിക്കൊണ്ടിരുന്നു. പുള്ളി അതെ, ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം ചാടി, 2ാമത് ചാടി, അടുത്ത ചാട്ടം. പക്ഷെ ഇവിടത്തെ ഈ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചിരി കണ്ടോണ്ട് പുള്ളി ചാടിക്കൊണ്ടിരുന്നു. അതാണ് കൂടുതലായത്. അല്ല, അതിന്റെ ഒരു ഹ്യൂമർ വന്നത് അങ്ങനെ. ഞാൻ പറഞ്ഞു, അതിനകത്ത് എല്ലാത്തിലും ഒരു ഹ്യൂമർ ലെവൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ലെയർ അങ്ങനെ, അതിന്റെ ഡീറ്റെയിലിംഗ് വേറെ രീതിക്ക് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് സക്സസ് ആയത്. ഈ വൈശാഖായിട്ടുള്ള കൊളാബറേഷൻ ഒരുപാട് സിനിമകളിൽ പാർട്ടാവുന്നു. ഈ സിനിമകളിലെല്ലാം
അതിനെല്ലാം സ്വഭാവം വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ മല്ലു സിംഗ് പോലെയല്ല പോക്കിരാജയോ മധുരരാജോ ഇരിക്കുന്നത്, മുരുകൻ പോലെയല്ല സീനിയേഴ്സ് ഇരിക്കുന്നത്, കസിൻസ് വരുന്നുണ്ട്. ഇവ പല സിനിമകള് നിങ്ങളുടെ അസോസിയേഷൻ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇനിയും അസോസിയേറ്റ് ചെയ്യാം. അവിടെ ഒരു കംഫർട്ട് സോൺ എന്താണ്? ആ കംഫർട്ട് സോണിന്റെ അതൊരു ശരിക്കൊരു എന്താ പറയുക, നമ്മൾ ഇത്രയും കാലത്തെ ജേർണിയിൽ സ്വന്തമാക്കുന്ന ചില കാര്യങ്ങളിൽ പ്രിയപ്പെട്ടതാണോ? തീർച്ചയായിട്ടും. വൈശാഖിൻ്റെ ആദ്യ സിനിമ പോലും ഞാനാണ് ചെയ്തോണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സിനിമ വിശുദ്ധൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തില്ല. ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സമയത്ത് ചെറിയ ലീവ് പോലെ നിന്നു. അത് കഴിഞ്ഞ് വൈശാഖ് ചെയ്ത 2 സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ടർബോയും അതിന് മുമ്പ് വന്ന ലാൽ സാർ പടവും മോൺസ്റ്റർ. അത് മോൺസ്റ്റർ 19ാം നൂറ്റാണ്ടിന്റെ ഇതുകൊണ്ട് അതിന്റെ ക്ലൈമാക്സ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. മാർക്കോ പിന്നെ അതല്ല റീസൺ ടർബോ മാർക്കോ അല്ല ടർബോ അതിന്റെ എന്തോ മാറ്റർ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. വൈശാഖിനുള്ളതെന്ന് വെച്ചാൽ വൈശാഖ സബ്ജക്റ്റ് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തുടങ്ങണേക്ക് മുന്നേ സംസാരിക്കാറുണ്ട്. പിന്നെ വൈശാഖിനോട് നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാനല്ല, ഇത് വർക്കൗട്ട് ആവാൻ പാടാന്ന് പറയാനും പറ്റും. അവന് പെട്ടെന്ന് മനസ്സിലാവും ഇതിന് സാധ്യത ഇത്ര ഉള്ളൂ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ബന്ധം ഇപ്പോൾ ഞാൻ ചെയ്യാത്ത സിനിമകളെ കുറിച്ചും സംസാരിക്കാറുണ്ട്. ഞാൻ ചെയ്യാനുള്ള അതുകൊണ്ട് ഫുള്ള സബ്ജക്റ്റ് കേൾക്കേണ്ട കാര്യമില്ല. ചേട്ടാ ഇങ്ങനത്തെ ഒരു സിനിമയാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവൂടാന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ഫ്രീഡം ഇനി എപ്പോൾ സിനിമ ചെയ്താലും ആ ഒരു ആ ബന്ധം ഞങ്ങളുടെ തമ്മിൽ നിൽക്കും. ആ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെതായ കാരണങ്ങൾ കൊണ്ട്. പിന്നെ ചില സിനിമകൾ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ഒരു പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ ആക്ടർക്കോ ചിലപ്പോൾ പറയാമല്ലോ ഇങ്ങനൊരു സിനിമ ചെയ്യിക്കണം, ഓക്കെ അത് നല്ല കാര്യമാണ്, ഇങ്ങനെ മാറി ചെയ്യണമല്ലോ, അങ്ങനെയും സംഭവിക്കാം. പക്ഷെ മെജോറിറ്റി സിനിമകൾ ഞങ്ങൾ തന്നെ ചെയ്തേക്കണേ. എല്ലാ സിനിമകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യാൻ. ഇനിയൊരു ജോണർ വേറെ സിനിമയാണ് സംസാരിക്കണേ, അതിന് അത് പറയാൻ നമ്മുടെ കോമ്പിനേഷനാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ വിളിക്കും. അതെ, ഉറപ്പായിട്ടും. അല്ലാണ്ട് അതിനകത്ത് അല്ല, ഞങ്ങൾ ആശയപരമായിട്ട് ഭയങ്കര പുള്ളിക്ക് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുള്ളിക്ക് ഇത് ആവശ്യമുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. കുറച്ച് കളേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ലെവല് മുകളിലാണ്, ഒരു ഹൈപ്പർ ലെവലെന്ന് പറയേണ്ടി വരും. ആ ലെവലിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ അത്രയും ലെവല് വേണ്ടാന്ന് വേറെ ആൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ അവനോട് പറഞ്ഞു തന്നിരിക്കും. അതാണ് നിങ്ങളുടെ ബോണ്ടിങ്ങിലും കംഫർട്ട് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഞാൻ പറയും ഇത്രയും വേണ്ടാന്ന് പറയും. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതുകൊണ്ട് നമ്മളെന്തായാലും ചെയ്യും. പിന്നെ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിന്റെ സിനിമകൾ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ അത് യാദർശ്യമായിട്ട് വന്നതാണ്. കുറെ പുതിയ പാച്ചയാണെങ്കിലും പത്മകുമാറാണെങ്കിലും അങ്ങനെ ഒത്തിരി, ശ്രീകുമാർ, ജോജു, ഇട്ടുമാണിയുടെ ആൾക്കാർ, ഇങ്ങനെ എത്രയോ ആൾക്കാർ പുതിയ ഇവൻ വിപിൻ സാറിന്റെ പടം പോലും ഫസ്റ്റ് പടം ഞാനാ ചെയ്തത്. അങ്ങനെ പുതിയ അതെ പുതിയ ഡയറക്ടേഴ്സിന്റെ പടങ്ങളാണ് നമ്മളങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള വിശ്വാസമാണല്ലോ അവർ നമ്മളെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ പുതിയ ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു സീനിയർ ക്യാമറമാൻ എന്നെ വെച്ച് വർക്ക് ചെയ്യണേന്ന് ചിലപ്പോൾ തോന്നും. അത് തോന്നുന്നത് അങ്ങനെ എനിക്കറിയില്ല എങ്ങനെയാന്ന്, അത് എത്രത്തോളം ശരിയാണോ ശരിയെന്നില്ല. ഇപ്പൊ ഈ ശ്രീകുമാരന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒടിയൻ കരിയറിലെ പ്രധാനപ്പെട്ട സിനിമയാണ്. സിനിമ തിയേറ്ററിക്കലി ഈ പറഞ്ഞ വലിയ റിവ്യൂസിലോട്ടൊന്ന് ഓപ്പൺ അപ്പ് ആയാലും കൂടി കുറേ വിഷ്വലി കുറേ സെറ്റ് പീസുകൾ ഉണ്ടായ സിനിമയിൽ. ആക്ഷൻ സീക്വൻസുകളാവട്ടെ, പറഞ്ഞ മാണിക്കിനെ പ്രസന്റ് ചെയ്യുന്ന മൊമെന്റുകളിലാവട്ടെ, ഇയാളുടെയും ഹിസ്റ്ററിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരുന്നു. അതിൽ തന്നെ ഈ മരത്തിന് മുകളിൽ നിന്ന് ചാടി വരുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസ്, അതല്ലെങ്കിൽ മാണിക്കൻ തിരിച്ച് നാട്ടിക്ക് വരുന്നത്, കുറേ മൊമെന്റുകൾ ഉണ്ടായിരുന്നു ആ സിനിമയിൽ വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒടിയൻ്റെ ഒരു മെമ്മറിക്കപ്പുറം ഒടിയൻ ശരിക്കും ഏതെങ്കിലും അതൊരു ചലഞ്ചിങ് ആവുന്നുണ്ടോ പടം? ശരിക്കും ഇത് ഈ ഒരു മിത്താണ്, ആളുകൾക്കത് ഒരു കഥയായിട്ട് പറഞ്ഞു കൊടുക്കണം, അത്ര എഫേർട്ടുകൾ എങ്ങനെയാണ് ഒടിയൻ്റെ കാര്യത്തിൽ? ഇല്ല, ഒടിയൻ സ്ക്രിപ്റ്റ് ഞാൻ പറയില്ല, അതും അതിലേക്ക് വന്നതും ആന്റണി തന്നെയാണ് കാരണം. ലാൽ സാറും എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ശ്രീകുമാർ മേനോനോ എനിക്ക് തോന്നുന്നു കെ യു മോഹനോ അങ്ങനെ എന്തോ അവരുടെ ബോംബെ ബന്ധം വെച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവരുടെ ആവശ്യം നമ്മളുടെ ഒരു പ്രസൻസ് തന്നെയായിരുന്നു. ഒന്ന്. സെക്കൻഡ്,
അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച എല്ലാവരും ഇപ്പോഴും അതിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫീല് വേറെയാണ്. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിത്താണ്. അതെ, ശരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പം ഇല്ല, റീസണ്ട് ഇല്ല. കറണ്ട് വരണേക്കാൾ മുമ്പ് രാത്രിയുള്ള പൊള്ളാച്ചി പാലക്കാട് യാത്രകളിൽ അവിടെ ഇടയ്ക്ക് ഈ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയും വേഷങ്ങൾ കെട്ടി ആൾക്കാർ വരണം. അങ്ങനെ പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് പേടിപ്പിച്ച് എന്തെങ്കിലും കാര്യം സാധിക്കാൻ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള ഒരാളാണ് ഈ ഒടിയൻ. അതിൽ ഒടിയൻ ഫാമിലിയുടെ അവസാനത്തെ ഒടിയനാണ് മാണിക്യൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരിക്കലും ഇതായിട്ടില്ല, ഒടിയനായിട്ടില്ല. അയാളിങ്ങനെ വേറെ സ്ഥലത്ത് പോയി അവിടെ ചായക്കട കിണറ്റി നടക്കുന്നു. ഇയാളാണ് ഇനി അവസാനത്തെ ഒടിയൻ. ഈ ഒടിയൻ അത് കഥ നമ്മൾ വായിച്ചാൽ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ചെയ്യണം എന്ന് തോന്നും. അത്രയും നന്നായിട്ടാണ് ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ റൈറ്ററാണ് അത് എഴുതിയേക്കുന്നത്. അത്രയും ക്രാഫ്റ്റ് അത്രയും നല്ലത്. ഇപ്പോഴും ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ നമുക്ക് അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കയറി വന്നു. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ മറ്റേ ബ്ലാക്ക് പാന്തർ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സംഭവങ്ങൾ, അതിൻ്റെ കഥയുടെ കുറേ ഭാഗങ്ങൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യപ്പെട്ടു. ചേഞ്ച് ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോള് പോയി. റിയൽ നമ്മളൊരു മിത്ത് കണ്ട് നമ്മൾ ഭയങ്കര ഇതായിട്ട് ഇറങ്ങേണ്ട നമ്മൾക്ക് അതിനൊരു ബ്രേക്ക് വന്നു. അതിനകത്ത് മുഹൂർത്തങ്ങളില്ല എന്നല്ല, നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയേനെ അതിനകത്തൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ലാൽ സാറായാലും മഞ്ജു ആയാലും അതിൽ പെർഫോം ചെയ്തേക്കുന്ന പ്രകാശ് രാജ് എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തേക്കുന്ന പടം, നന്നായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്ന പടമാണ്. എന്നിട്ടും അത് പൂർണ്ണത എത്താണ്ടിരുന്നത് നമ്മൾ വന്ന അഡീഷണൽ സാധനങ്ങളാണ്, അഡീഷണൽ ആഡിങ് സാധനങ്ങളാണ്. അത് വരാതിരുന്നെങ്കിൽ സ്പെഷ്യൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ അല്ല വരാം. ഞാൻ പറയുന്നത് പാന്തർ അങ്ങനെയുള്ള ഒടിയനെ തീർക്കാൻ എന്തിനാ പാന്തർ വരണേ? ഒരിക്കലും ആവശ്യമില്ല. ലോജിക്കില്ല, ഒരിക്കലും ലോജിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ശരിക്കും വേറൊരു ഒടിയൻ വരാം, സ്പെയർ ഒടിയൻ വരാം, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 or 2 വരാം. പക്ഷെ വേറൊരു മറ്റേ അവിടെ നിന്നൊക്കെ അത് ഇങ്ങനെ ഇതൊക്കെ വരണ എങ്ങനെയാ? ഒരിക്കലും വരാൻ പറ്റില്ല. അതാണ് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് അത്തരം കാര്യങ്ങൾ നമുക്ക് അതാണ് കണക്ട് ചെയ്യാൻ. എനിക്കത് മാനസികമായിട്ട് ഓക്കെ അല്ല ആ ഏരിയ. ഇപ്പൊ ബാക്കി എനിക്കറിയില്ല. പക്ഷെ ഇനിയിപ്പോ റൈറ്റർ അടുത്ത് ചോദിച്ചറിയാം, ഡയറക്ടർ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചോ അതിനകത്തൊരു ചെറിയൊരു പാളിച്ച എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ വളരെ സ്ട്രെയിൻ എടുത്ത് ഷൂട്ട് ചെയ്താണ്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണത കിട്ടണമായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ അത് എന്നും ഓർമ്മപ്പെടുന്ന, അത് എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന സിനിമയും മാറിയാണ്. ഈ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ടെറൈനിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ലൊക്കേഷൻ റിപ്പീറ്റ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ കഥയ്ക്കനുസരിച്ച്. ചിലപ്പോൾ നമ്മൾ 5 വർഷം മുന്നേ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ പിന്നെയും പോവാം, അല്ലെങ്കിൽ ഒരേ ടൈം പീരീഡിൽ തന്നെ പല തവണയായിട്ട് പല സിനിമകൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോവാം. സിനിമാറ്റോഗ്രാഫർ ഇത് വിഷ്വലി എങ്ങനെ റിപ്പീറ്റ് ആവാതെ ഇതിൻ്റെ ഒരു കാഴ്ചയിൽ ഇമ്പാക്റ്റ് കൊടുക്കുന്ന പോലെ പ്ലേസ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. ഈ അത്തരത്തിലൊരു ലാൻഡ്സ്കേപ്പ് സിനിമയെ മാറ്റുന്നത്. ഇപ്പോൾ പറഞ്ഞു തുടരും വരുമ്പോൾ പത്തനംതിട്ട റാന്നി തൊടുപുഴ ഏരിയയിലോട്ട് നേരെ പോകുന്നു, മുരുകൻ കാട്ടിലാണ്, സീനിയേഴ്സ് മഹാരാജസിലാണ്. ഈ പറഞ്ഞ ലൊക്കേഷൻ അതിനെ സിനിമയായിട്ട് ചേർന്ന് നിന്ന് ഡെലിവർ ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ ശരിക്കും? അല്ല, സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ചോളം അതൊരു വലിയ ഘടകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ സിനിമ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ഘടകങ്ങളിലൊന്നാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമുകൾ. ഈ ഫ്രെയിമുകളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഈ കഥയെ സംബന്ധിച്ച്, പക്ഷേ പ്രേക്ഷകൻ ചിലപ്പോൾ അതിന് വേറെ അർത്ഥങ്ങൾ കാണും. ഇന്നതുകൊണ്ടായിരിക്കും ഒരാൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഷോട്ട് കണ്ടാൽ ഇതായിരിക്കും അയാൾ തിരിഞ്ഞേക്കണേ കാരണം എന്ന് കണ്ടെത്തും. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു തോട്ട്സ് പ്രോസസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഫ്രെയിമുകൾ ചെയ്യുന്നത്. അവൻ്റെ ചിന്ത തിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ അവനൊപ്പം തന്നെ അവനെ ഒരിക്കലും ഒരുപാട് ആലോചിക്കാതെ ഇങ്ങനെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ
നമ്മൾ മാത്രമാണ് ബുദ്ധിമാനെന്ന് വിചാരിക്കാതെ അവനും കൂടി നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യണമെന്നുള്ള ചിന്ത വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പിന്നെ ഒരു സ്ഥലം തന്നെ ചിലപ്പോൾ നമുക്ക് 2 or 3 സിനിമകളിൽ കിട്ടും യാദർശികമായിട്ട്, പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ സാധ്യത അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മളത് അതല്ലാന്ന് അറിയിക്കാനായിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. കഴിഞ്ഞ പണ്ടൊക്കെ മിക്കവാറും ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം ലൊക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് മാറിയത്. എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ പിന്നെ സ്ഥലമില്ല, പിന്നെ അതിന്റെ രൂപങ്ങൾ മാറ്റി വന്നു. ആ വരികശ്ശേരി മന തന്നെ അതിന്റെ രൂപം മാറ്റും, എന്നാലും ആ സ്ഥലം കണ്ടാ അറിയാം അത് അവിടെയാണെന്നറിയാം. അങ്ങനെ ആൾക്കാര് ഇപ്പൊ അവന്മാര് വരികശ്ശേരി മനയ്ക്ക് പോവും എന്ന് വിളിച്ചു പറയുന്ന സമയത്താണ് മാറുന്നത്. അതേപോലെ വരാതിരിക്കാനായിട്ട് നമ്മളൊരു ഓരോ ലൊക്കേഷനും തൊടുപുഴ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. അവിടെ അതിന്റെ ലാൻഡ്മാർക്കും അതിന്റെ സ്ഥലങ്ങൾ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കും. അത് വേണം, സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാം. അങ്ങനെ ഫ്രെയിമുകളിൽ നമുക്ക് ഫ്രെയിം അങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാമല്ലോ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കാറ്, എവിടേക്ക് തിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്ന മെയിൻ ഘടകങ്ങളിൽ ഒന്നാതാ. ഒരിക്കലും നമ്മളങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാണ്ട് നമ്മൾ അല്ലെങ്കിൽ ആ സ്ഥലം നമ്മൾ പറയാണ്ടിരിക്കുക. ഞാനൊരു സ്ഥലം പൊള്ളാച്ചിയാന്ന് പറഞ്ഞിട്ട് ഞാൻ പാലക്കാട് കാണിക്കേണ്ട കാര്യമില്ല. അല്ല, കാണിക്കാതിരുന്നാൽ മതി. എവിടെ ആയിക്കോട്ടെ, കഥ നടക്കുന്ന എവിടെ ആയിക്കോട്ടെ, അത്രയും നമ്മൾ നോക്കാറുണ്ട്. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും സംസാരിച്ചു സിനിമ 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 മൊത്തത്തിൽ നമ്മുടെ കരിയർ ജേണി, പല സിനിമകൾ, പല സീക്വൻസുകൾ, ഇതിനൊരു വൈൻഡപ്പിൽ ഞാൻ ചോദിക്കുന്ന എൻ്റെ ക്യൂരിയോസിറ്റിയാണ്. സച്ചി പറഞ്ഞ 2 കഥകളിൽ ഒരു കഥ സംഭവിച്ചു പറഞ്ഞു, മറ്റൊരു കഥ പിന്നീട് സംഭവിച്ചിരുന്നു സിനിമയായിരുന്നു? ഇല്ല, സച്ചി മരിക്കുന്നവരെ സംഭവിച്ചിട്ടില്ല. അല്ല, ആ കഥ എനിക്കൊരു യൂഷ്വൽ കഥയായിട്ടാണ് തോന്നിയത്. സച്ചിയുടെ അതിന് മുമ്പുള്ള സിനിമ ഞാൻ റോബിൻഹുഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ രാമലീല ചെയ്തു. അത് കഴിഞ്ഞ് ആണ് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, സംസാരത്തിലുണ്ടായിരുന്നൊരു സിനിമയാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു സിനിമ പ്ലാൻ ചെയ്തായിരുന്നു. അത് പിന്നെ ഡിസ്കഷൻ നടക്കുമ്പോഴേക്കും ആള് മരിച്ചല്ലോ. അപ്പോൾ പിന്നെ അത് ഞാൻ പറഞ്ഞ നല്ലൊരു നമുക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനൊക്കെ പറ്റിയ ഒരാളായിരുന്നു. എന്തോ സച്ചി വലിയൊരു മിസ്സിങ് ആണല്ലോ ശരിക്കും. തീർച്ചയായിട്ടും പേഴ്സണലി സച്ചി ഒരു ഭയങ്കര മനുഷ്യത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലും അദ്ദേഹത്തിൻ്റെ രീതികളിലും ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അതനുസരിച്ച് ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം ആൾക്കാരെ ഒരു മറയില്ലാതെ അല്ലെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാതെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എല്ലാത്തിനകത്തൊരു ജെന്യുവൻ ഫീലുണ്ട്. അപ്പോൾ അതൊരിക്കലും പുള്ളി കൈവിട്ടിട്ടില്ല. അപ്പം അതൊരു വലിയ മിസ്സിങ് തന്നെയാണ് നമുക്ക്. ഇപ്പോൾ അരുൺ ഗോപിയുടെ ആദ്യ പടം സച്ചിയാണ് എഴുതിയത്. സച്ചിയുടെ ഒപ്പം പുള്ളി ഒരു 4 വർഷം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അല്ല സച്ചിയുടെ ക്വാളിറ്റികളിലൊന്നാണ് സ്ക്രിപ്റ്റുകൾ എഴുതുന്ന. ആ സ്ക്രിപ്റ്റുകൾക്ക് ഇപ്പോൾ പുള്ളിയെടുത്ത് ചെയ്യാണ്, പെട്ടെന്ന് ചോക്ലേറ്റ് പോലത്തെ ഒരു സിനിമ എഴുതാൻ പറഞ്ഞാൽ സച്ചി പറയും എനിക്ക് പറ്റില്ല എന്ന് പറയും. ഇപ്പം ഞാൻ അത് എഴുതേണ്ട ആളല്ല എന്നേ പറയുള്ളൂ. വേറെ ആരാ അങ്ങനെ പറയുന്നത്? ഒരിക്കലും സച്ചി പറഞ്ഞിട്ടുള്ളതാണ്, ചോക്ലേറ്റ് സെക്കൻഡ് പാർട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. ഞാൻ ആ മൂഡിൽ നിന്ന് പോയി കഴിഞ്ഞു. എൻ്റെ ആ ഒരു ബാല്യം നഷ്ടപ്പെട്ടു, ആ കോളേജിൻ്റെ ഒരു പോയി. ഞാൻ ഇനി പോകുന്ന പടങ്ങളെല്ലാം കുറച്ചുകൂടി മെച്യൂർ ക്യാരക്ടറുകളാണ് എൻ്റെ മുന്നിൽ വരുന്നത്. പൊളിറ്റിക്കലി പറയുന്നുണ്ട്, മെച്യൂർഡായിട്ട്. അതായത് തലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരാളവിടെ നിൽക്കാതെ ഒരു സ്ഥലത്ത് സ്റ്റക്കാവാതെ. ഞാൻ പണ്ടൊരു രാഷ്ട്രീയ പടം എഴുതി, ഇനി ഞാൻ അതേ എഴുതുള്ളൂ എന്ന് ഒരാൾ വിചാരിക്കണ്ടല്ലോ. വെറൈറ്റികൾ വരുന്നതല്ലേ. തോട്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ട്, നമ്മളെ ചിന്തകളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലേ നമ്മളെപ്പോഴും മുകളിലേക്ക് പോവുള്ളൂ. അല്ലാതെ നമ്മൾ സ്ഥലത്ത് സ്റ്റക്കായാൽ നമ്മൾ പോകില്ല. ശരിയാ. അങ്ങനെ അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും തുടരും വരുന്നുണ്ട്. വരാൻ പോകുന്ന മറ്റ് സിനിമകൾക്കും ഈ പറഞ്ഞ ലോങ് കരിയറിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു.